മമ്മി തരാം. ഓഹോ മമ്മി ചോറ്. മമ്മി ചോറിൻ്റെ അകത്ത് കറി ഇട്ട് ഉരുട്ടിയിട്ട് കഷ്ണം എടുത്ത് തരാം കേട്ടോ. ആഹാ അടിപൊളി. ഇത് കിട്ടാൻ വേണ്ടിയാ ഈ ഇരിപ്പൂട്ടോ ഞാൻ വിളിച്ച പോടി വന്നേ. ബാ മമ്മി തരാം, കഷ്ണം മാത്രമായിട്ട് തരാം കേട്ടോ. മമ്മി ഒന്ന് ഇരിക്കട്ടെ. ഈ സോപ്പേ ഹൈ ഇവിടെ ഇടാം കേട്ടോ. അത് അമ്മയ്ക്ക് കൊടുത്തല്ലോ, അത് അമ്മ തിന്നിട്ടിടാ അല്ലേ. ഞാൻ ഈ കഷ്ണം മാത്രമായിട്ട് തരാം കേട്ടോ. അല്ലേ സുന്ദരിക്കുട്ടി, ഞാനേ ഇതാ ഇങ്ങനെ ചോറുണ്ടാത്തിട്ട് ഇളക്കി അതിൻ്റെ അകത്ത് മസാലയൊക്കെ കളഞ്ഞിട്ട് കൊടുക്കണത്. എൻ്റെ കയ്യെ കടിക്കല്ലേ. ഓക്കെ മമ്മി. മമ്മിക്ക് സ്പീഡ് കുറവാണ്. ഞാൻ കഴിക്കണ്ടേ? എന്നെക്കൊണ്ട് കഴിപ്പിക്കുമെന്ന് തോന്നുന്നില്ല. നല്ല രുചി കേട്ടോ. ചക്കക്കുരുവും മാങ്ങയും ഉണ്ടല്ലോ, ചക്കക്കുരു അരിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. കറി നല്ല ക്രീം പോലെ ആവുകയും ചെയ്യും. അതിൻ്റെ ടേസ്റ്റ് ആ കറി മൊത്തം ഉണ്ടാവും. മാങ്ങ ഉടച്ചെടുക്കണം, ആ പുളി അതിൻ്റെ അകത്ത് ഇറങ്ങണം. നല്ല ടേസ്റ്റാണ്. അത്ര അകലെ പോയിരുന്ന ഞാനിങ്ങനെ തരണേ. ഒരെണ്ണം വാടാ. എനിക്കിഷ്ടാട്ടോ ഇങ്ങനെ ഇവർക്ക് കൊടുത്ത് ഞാനും കഴിച്ച്, ഞാനും ഹാപ്പി അവരും ഹാപ്പി. എനിക്കിങ്ങനെ കൊടുക്കുമ്പോൾ എൻ്റെ കറി ഒന്നും ഇല്ലല്ലോ എനിക്ക് പ്രശ്നമില്ല കേട്ടോ. കഷ്ണമൊക്കെ അവർ തിന്നാലും എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ഹാപ്പിയാണ്. ഇനി തീർന്നു. ഇനി മമ്മിക്ക് ഇച്ചിരി അടിച്ചു വരാനൊക്കെ ഉണ്ട്. ഇപ്പം തന്നെ അവർക്ക് ഇച്ചിരി ചോറെടുത്ത് കൊടുക്കും കേട്ടോ. സമയമൊന്നും ആയില്ല, എന്നാലും കൊടുത്തേക്കാം. എന്നിട്ട് എവിടെയെങ്കിലും കിടന്നുറങ്ങട്ടെ. അപ്പൻ കടയിൽ പോകാനായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുവാണേ. ഇതേ ഒരാളിത് അവിടെ, ഒരാളിത് ഇവിടെ. അമ്മയുടെ പൊന്നേരെ കൂട്ട ഇനി വന്നേ. നമുക്ക് പപ്പയുടെ കൂട്ടുകൂടണ്ട കേട്ടോ അല്ലേ. കൊച്ചിനെ കൊണ്ടുപോകത്തുമില്ല. ഇതുണ്ടോ ഒരാൾക്ക് പോലെ. എന്ത് സങ്കടത്തോടെ ഇതുങ്ങളുടെ ഇങ്ങനെയൊക്കെയുള്ള നിപ്പ് കണ്ടോ, ഒരാളുടെ നിപ്പ് കണ്ടോ. ഇതെന്ത് നഷ്ടബോധത്തോടെ കിടക്കണമെങ്കിൽ
ദൈവമേ മതി. ആ ഇനി അവിടെ പോയി നോക്കണേ. കർട്ടനൊക്കെ മാറ്റിയിട്ട്. ഈശോയെ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഈ പിള്ളേരെ. മനുഷ്യ പിള്ളേരാണ് ഇങ്ങനെ സ്നേഹം കാണിക്കുക. അയ്യോ, എന്നെ ചെയ്യും. ഇനി വന്നെ. ഇനി മണ്ടയിലോട്ട് കയറി പോകണ്ട. അമ്മയുടെ പൊന്നാരെ കുട്ടിയല്ലേ. ഇനി വന്നേ. ഇനി പോരെ ബാ, അമ്മ ചിക്കൻ തരാം. ടാറ്റ പോണോ? കൊച്ചിന് പോണോ ടാറ്റ? ടാറ്റ പോണോ? ഞാനിങ്ങനെ ഇരിക്കുന്നത് മടുത്തിട്ടാണ്. പക്ഷെ അവർ രണ്ടുപേരും ഇരിക്കുന്നുണ്ടല്ലോ, എന്ത് കഷ്ടമാണെന്നറിയാമോ. പാവം പിള്ളേര് അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുക. ഇനിയിപ്പോൾ പപ്പ വരുന്നോടും വരെ അവരങ്ങനെ ഇരിക്കും കേട്ടോ. എനിക്കിത്തിരി പണിയുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മാങ്ങാപ്പഴം കുറച്ച് കൂടുതൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ അടുക്കളയിലോട്ട് പോയിട്ടോ. ഇവരെ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കൂടെ ഇരുന്ന് സമയം പോകുന്നതേ അറിയത്തില്ല. ഇത് മൂവാണ്ടൻ മാങ്ങാപ്പഴമാണ്. തൊലി ചെത്തി മിക്സിക്കകത്ത് വെള്ളമൊന്നും ഇല്ലാണ്ട് അരച്ച് അതെടുത്ത് നമ്മൾ സെറ്റപ്പ് ആക്കും. വരട്ടിയെടുത്ത് ഓക്കെ ആക്കുവേ. ഇത് വലിയ തീയിലിട്ടാൽ ഗുളുഗുളൂന്ന് നമ്മുടെ മേല് മുഴുവൻ തെറിക്കും കേട്ടോ. പൊള്ളും സാധനം. അപ്പം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ തീയിലിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതെ, നമ്മുടെ മാങ്ങാപ്പഴത്തിൻ്റെ സംഭവം ശരിയായി കേട്ടോ. ഇനി ഇതിൽ കൂടുതലായി കഴിഞ്ഞാലുണ്ടല്ലോ ഇത് ഒരുപാട് ചവിട്ടി പിടിക്കുവേ. ഇത് കൈയെടുക്കാതെ ഇളക്കുകയും ചെയ്യണം കേട്ടോ. ഇനി പിന്നെ വേണേൽ ചെറുതീയിൽ കുറച്ച് നേരം അനക്കാണ്ടിടാം. പഞ്ചസാര ചേർത്താൽ കുറച്ചുകൂടെ ഗ്ലേസിങ്ങും കിട്ടും, കുറച്ചുകൂടെ റെഡ് കളറൂടെ ആവും കേട്ടോ. പഞ്ചസാര ഇങ്ങനെ കാരമലായേ. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഒന്നുമേ ചേർത്തിട്ടില്ല. കണ്ടില്ല, ഉളുമാരി പരിസരം മുഴുവൻ ഈ തിളച്ച് ആഹാ അടിപൊളി. അപ്പം ഇത്രേ ഉള്ളൂ. ഇനി തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് കുറച്ചെടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് ബാക്കി ഞാനെടുത്ത് ഫ്രീസ് ചെയ്യും കേട്ടോ. ഫ്രീസർക്ക് നമ്മുടെ ഈ മാങ്ങയുടെ ഇത് ശരിയാക്കിയത് നല്ല തണുത്ത് കേട്ടോ. ഇനി ഞാനിങ്ങനെ ഈ ഭരണിക്കകത്തെല്ലാം ആക്കി വയ്ക്കുക കേട്ടോ. ചെറിയ ഭരണിയാണ്, 1/2 ലിറ്ററിൻ്റെ കുറച്ച് ഭരണികളാണ് അത്. എന്നിട്ട് ഫ്രീസറിലേക്ക് വെക്കാമല്ലോ. ഇങ്ങനെ ഫുള്ള് നിറയ്ക്കാം കേട്ടോ. സ്വർണ്ണമാണ്, കളയാതെ നമ്മളിപ്പോൾ ഫുള്ളിങ്ങനെ നിറയ്ക്കുന്നു കേട്ടോ. അത്രയും മാങ്ങ ഉണ്ടാക്കിയില്ലേ. അപ്പം അത് ഇപ്പം 2.25 ലിറ്ററേ ഉള്ളൂ കേട്ടോ. ഇത് 500 ml ഭരണിയാണ്. അപ്പം 2.25 ലിറ്റർ. ഇത് ചട്ടിക്കാലിയായി. ഇത് കഴിച്ചോക്കാവേ. ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇതിൻ്റെ അകത്ത്. ഒരു പഞ്ചസാരയോ അല്ലെങ്കിൽ വെള്ളമോ ഒന്നും ഇല്ല കേട്ടോ. എന്നാ കളറാക്കി, ഭയങ്കര ഗ്ലേസിങ്ങാണ്. ആ ടർക്കി എൻ്റെ കൈ തൂക്കാൻ ഇട്ടേക്കുന്ന കേട്ടോ. അല്ല മൊത്തം ഞാൻ ചുരിദാറ തൂക്കാൻ കൊണ്ട് എളുപ്പത്തിന് ഇട്ടേക്കുന്ന. പക്ഷെ ഇത് സൂപ്പർ കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ വെയിലില്ലാത്തപ്പോഴേ ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ തൂത്ത് വെച്ച് അടുപ്പ വെച്ച് കഴിഞ്ഞാൽ ഉണക്കിയെടുക്കത്തില്ലേ, ഉരുട്ടി വയ്ക്കത്തില്ല ആണല്ലേ. ഒരു ദിവസം അങ്ങനെ നോക്കട്ടോ. അത് ഇനി മാങ്ങാപ്പഴം ഒന്നും കളയരുത് കേട്ടോ. ഞാനേ ആ ചട്ടിയിൽ ഉണങ്ങി പിടിച്ചത് മുഴുവൻ എടുത്ത് തിന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ഇതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. കളയല്ലേ മാങ്ങാപ്പഴം.